ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, വചനപുലരിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം പൗലോസ്ലീഹ എഫേസ്യർക്ക് ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യമാണ്. എന്തെന്നാൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, പിന്നെയോ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാരോടും ആകാശത്തിൻ കീഴിലുള്ള ദുരാത്മാക്കളോടുമാകുന്നു എന്ന് പൗലോസ്ലീഹ നമ്മോട് കൃത്യമായിട്ട് പറയുകയാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപതികളോടുമാണ്. പൈശാചിക പീഡയോടുള്ള ഒരു പോരാട്ടത്തെക്കുറിച്ചാണ് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മൾ മനുഷ്യരുമായിട്ട് പോരാടാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. എന്നാൽ മനുഷ്യരിലൂടെ തിന്മയുടെ ശക്തിയാണ് പ്രവർത്തിക്കുന്നത് തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതാണ്. അപ്പോഴാണ് യഥാർത്ഥമായി നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കാനും നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമുക്ക് സാധിക്കുന്നത്. കർത്താവിൻ്റെ കരങ്ങളിൽ ഒരു ഉപകരണമായിട്ട് നമ്മൾ മാറുന്നതും കർത്താവ് കാണിച്ചു തന്ന ആ മാതൃകയെ പിന്തുടരാൻ കഴിയുമ്പോഴാണ്. കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം കർത്താവിനറിയാമായിരുന്നു തനിക്ക് പോരാട്ടമുള്ളത് മനുഷ്യരോടല്ല, തന്നെ ഉപദ്രവിക്കുന്ന പൈശാചിക പീഡയോടാണ് എന്ന്. ഈ മനോഭാവത്തിൽ വളരുവാൻ ഈ തിരുവചനം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ.